നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഹാരപ്പൻ കൾച്ചറിനെ പറ്റിയിട്ടാണ്. ഹാരപ്പൻ കൾച്ചറിനെ പറ്റി പറയുന്നതിന് മുന്നോടിയായിട്ട് കൾച്ചർ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. കൾച്ചർ എന്നാൽ ജീവിത രീതി എന്നാണ് അർത്ഥം. ഉദാഹരണത്തിന് കേരള സംസ്കാരം തന്നെ നമുക്ക് എടുക്കാം. കേരള സംസ്കാരം അഥവാ കേരള കൾച്ചർ എന്ന് പറയുമ്പോൾ കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്തിൽ ജീവിക്കുന്ന ആളുകൾക്കുള്ള പൊതുവായ ജീവിത രീതി എന്നാണ് അർത്ഥം. ഉദാഹരണത്തിന് ഓണം എന്ന ഫെസ്റ്റിവൽ, കേരള സദ്യ എന്ന ക്യൂസിൻ, മലയാളം എന്ന ഭാഷ, മുണ്ട്, സെറ്റ് സാരി മുതലായ വസ്ത്രധാരണ രീതി, ഇതെല്ലാം കേരളത്തിലുള്ള ആളുകളുടെ പൊതുവായ ഒരു കൾച്ചറാണ്. കാസർഗോഡ് മുതൽ ട്രിവാൻഡ്രം വരെയുള്ള ആളുകളുടെ ജീവിതം നോക്കിക്കഴിഞ്ഞാൽ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് കാണാനായിട്ട് പറ്റും. ഇനി ഹാരപ്പൻ കൾച്ചറിലോട് നമുക്ക് മടങ്ങി വരാം. ഹാരപ്പൻ കൾച്ചർ എന്ന് പറയുന്നത് 3200 BC ഇൻഡസ് നദിയുടെ തീരത്തായിട്ട് ജീവിച്ച ആളുകളുടെ പൊതുവായ ഒരു ജീവിത രീതിയാണ്. പല പേരുകളിൽ ഹാരപ്പൻ കൾച്ചർ അറിയപ്പെടാറുണ്ട്. ഹാരപ്പൻ കൾച്ചറിനെ പറ്റി നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള പേര് ഇൻഡസ് വാലി കൾച്ചർ എന്നുള്ളതാണ്. ഇൻഡസ് നദിയുടെ തീരത്തായിട്ട് ഉടലെടുത്തൊരു സംസ്കാരമായതുകൊണ്ടാണ് അതിനെ ഇൻഡസ് വാലി കൾച്ചർ എന്ന് പറയുന്നത്. പക്ഷേ ഈയിടെയായി പുതിയൊരു പേര് ധാരാളമായിട്ട് യൂസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഇൻഡസ് സരസ്വതി കൾച്ചർ. ഇൻഡസ് എന്ന് പറയുന്ന നദി കൂടാതെ സരസ്വതി എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട നദിയും ഹാരപ്പൻസിനെ ഫീഡ് ചെയ്തേക്കുന്നത് കൊണ്ടാണ് ഇൻഡസ് സരസ്വതി കൾച്ചർ എന്നതിനെ വിളിക്കുന്നത്. പക്ഷേ അക്കാഡമിക്കലി നമ്മൾ ഈ സംസ്കാരത്തിനെ വിളിക്കേണ്ടത് ഹാരപ്പൻ കൾച്ചർ എന്നാണ്. ഹാരപ്പൻസിനെ പറ്റിയിട്ട് ഏറ്റവും ആദ്യത്തെ തെളിവ് കിട്ടിയത് പാകിസ്ഥാനിലുള്ള ഹാരപ്പ എന്ന് പറയുന്ന ഒരു നഗരത്തിൽ നിന്നായതുകൊണ്ടാണ് നമ്മളതിനെ ഹാരപ്പൻ കൾച്ചർ എന്ന് വിളിക്കുന്നത്. ഈ കൾച്ചർ എന്ന് പറയുന്ന വാക്കിനേക്കാളും ഡിഫറെൻ്റ് ആയിട്ട് സിവിലൈസേഷൻ എന്ന് പറയുന്ന ഒരു വാക്ക് പലപ്പോഴും യൂസ് ചെയ്യാറുണ്ട്. ഇൻഡസ് വാലി സിവിലൈസേഷൻ, ഇൻഡസ് സരസ്വതി സിവിലൈസേഷൻ, ഹാരപ്പൻ സിവിലൈസേഷൻ എന്നീ പേരിലും ഇത് അറിയപ്പെടാറുണ്ട്. എന്തുകൊണ്ടാണ് സിവിലൈസേഷൻ എന്ന് പറയുന്ന ഒരു വാക്ക് ഇവിടെ യൂസ് ചെയ്യുന്നത്? നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്, ആദിമ മനുഷ്യൻ വളരെ അപരിഷ്കൃതമായി കാടുകളിൽ ജീവിക്കുകയും ഹണ്ടിങ് നടത്തുകയും സ്വയം മല്ലിടിച്ച് വളരെ മോശമായിട്ട് ജീവിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ ഹാരപ്പൻസിനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വളരെ മെച്ചപ്പെട്ടൊരു സമൂഹമായിട്ടാണ് നമുക്ക് അവരെ കാണാൻ പറ്റുന്നത്. എഴുത്തറിയാവുന്ന, നഗരങ്ങളിൽ താമസിക്കുന്ന, പുറം രാജ്യങ്ങളായിട്ട് ട്രേഡ് നടത്തുന്ന ഒരു മെച്ചപ്പെട്ട അഡ്വാൻസ്ഡ് സമൂഹമായിട്ടാണ് നമുക്ക് ഹാരപ്പൻസിനെ കാണാൻ പറ്റുന്നത്. ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു ഹാരപ്പൻസ് നഗരങ്ങളിലാണ് താമസിക്കുന്നത് എന്നുള്ളത്. ഉദാഹരണത്തിന് കേരളത്തിൽ നോക്കിക്കഴിഞ്ഞാൽ 3 പ്രധാനപ്പെട്ട നഗരങ്ങൾ കാണാം: ട്രിവാൻഡ്രം, കൊച്ചി, അതേപോലെ കാലിക്കറ്റ്. ഹാരപ്പൻസിന് ഇതുപോലെ 1000-ൽ കൂടുതൽ നഗരങ്ങളാണുള്ളത്. പക്ഷെ ഒരു വ്യത്യാസമുണ്ട്. കേരളത്തിലുള്ള 3 നഗരങ്ങൾ തമ്മിൽ പ്രത്യേകിച്ച് സാമ്യതകളൊന്നുമില്ല. 3ഉം വളരെ വ്യത്യസ്തമായിട്ടുള്ള നഗരങ്ങളാണ്. പക്ഷെ ഹാരപ്പൻസിൻ്റെ ഈ 1000-ൽ കൂടുതൽ നഗരങ്ങൾ തമ്മിൽ വളരെ കൃത്യമായിട്ടുള്ള സിമിലാരിറ്റി നമുക്ക് കാണാനായിട്ട് പറ്റും. ഒരുവിധം എല്ലാ നഗരങ്ങളും തന്നെയും ഒരേ പാറ്റേണിലാണ് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. എല്ലാ നഗരങ്ങളെയും 2 ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റും: സിറ്റാഡൽ, ലോവർ ടൗൺ. സിറ്റാഡൽ എന്ന് പറയുന്നത് കുറച്ച് ഉയർന്ന പ്രതലത്തിൽ സ്ഥിതി ചെയ്യുന്ന നഗരത്തിൻ്റെ ഒരു ഭാഗമാണ്. മിക്കവാറും വെസ്റ്റേൺ സൈഡിലായിട്ടാണ് സിറ്റാഡൽ നിർമ്മിക്കപ്പെടുന്നത്. സിറ്റാഡലിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു കോട്ട കെട്ടി അടയ്ക്കപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല പ്രധാന കെട്ടിടങ്ങളെല്ലാം സിറ്റാഡലിൻ്റെ ഉള്ളിലാണ് സ്ഥിതി ചെയ്യുന്നത്. ലോവർ ടൗൺ എന്ന് പറയുന്നത് താഴ്ന്ന പ്രദേശത്താണ് സ്ഥിതി ചെയ്യുന്നത്. അതിൻ്റെ പേര് പോലെ തന്നെ അവിടെ ഭൂരിഭാഗവും റെസിഡൻഷ്യൽ ഏരിയാസ് അല്ലെങ്കിൽ ആവാസ കേന്ദ്രങ്ങളായിട്ടാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. എന്തുകൊണ്ടായിരിക്കാം സിറ്റാഡൽ, ലോവർ ടൗൺ എന്നീ ക്ലാസിഫിക്കേഷൻ ഹാരപ്പൻ നഗരങ്ങളിൽ വന്നിട്ടുണ്ടാവുക? ഇവിടെ നമുക്ക് ഇന്ത്യയിൽ ഒരു ഉദാഹരണം എടുത്തു നോക്കാം. ഇന്ത്യയിൽ മുംബൈ എന്ന് പറയുന്ന ഒരു നഗരത്തിനെ പറ്റി നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ട്. മുംബൈ നഗരം എല്ലാം ഒരുപോലെയല്ല ഇരിക്കുന്നത്. മറിച്ച് നവി മുംബൈ എന്ന് പറയുന്ന വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഏരിയ ഉണ്ട്. അതേപോലെ ധാരാവി എന്ന് പറയുന്ന സ്ലം ഏരിയ ഉണ്ട്. അപ്പോൾ ഒരു ടൗണിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ഡിഫറൻഷിയേഷൻ, ഒരു വ്യത്യാസം നമുക്ക് കാണാനായിട്ട് പറ്റും. ഇതുപോലെ തന്നെ ആയിരിക്കുമല്ലോ ഹാരപ്പൻസിൻ്റെ സിറ്റാഡലും ലോവർ ടൗണും തമ്മിലുള്ള ആ ഒരു ക്ലാസിഫിക്കേഷൻ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. ആരായിരിക്കാം സിറ്റാഡലിൽ താമസിച്ചിട്ടുണ്ടാവുക? ഒരു ഉയർന്ന വിഭാഗത്തിലുള്ള ആളുകളായിരിക്കാം, ക്യാഷുള്ള ആളുകളായിരിക്കാം, അല്ലെങ്കിൽ അധികാരമുള്ള ഭരണവർഗങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ഉയർന്ന ജാതിയിൽപ്പെട്ട ആളുകളായിരിക്കാം, അല്ലെങ്കിൽ മതപരമായി പ്രാധാന്യമുള്ള പുരോഹിതന്മാരായിരിക്കാം. ഒരു കാര്യം നമുക്ക് എന്താണെങ്കിലും തീർച്ചയായിട്ടും പറയാം, സിറ്റാഡൽ, ലോവർ ടൗൺ എന്നീ 2 ഭാഗങ്ങളായിട്ട് തിരിക്കുന്നത് അവർക്കിടയിൽ ഉയർച്ച താഴ്ചകൾ ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് കാണിക്കുന്നത്.
ഹാരപ്പൻ നഗരങ്ങളുടെ വേറൊരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പ്ലാൻഡ് നഗരങ്ങളാണ് എന്നുള്ളതാണ്. പ്ലാൻഡ് സിറ്റീസ്. ഇന്ത്യയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പ്ലാൻഡ് സിറ്റിയാണ് ചണ്ഡീഗഡ്. ചണ്ഡീഗഡ് ടൗണിലൂടെ നിങ്ങൾ സഞ്ചരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ സർപ്രൈസിങ് ആയിട്ട് ഫീൽ ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചണ്ഡീഗഡ് ടൗണിലുള്ള എല്ലാ റോഡുകളും സ്ട്രെയിറ്റ് ലൈൻസിലാണ് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. ഒരു റോഡ് വേറൊരു റോഡിനെ കൂട്ടിമുട്ടുമ്പോൾ അതെപ്പോഴും 90 ഡിഗ്രിയിലെ കൂട്ടിമുട്ടാറുള്ളൂ. ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ചണ്ഡീഗഡ് ടൗണിൽ റോഡുകൾ നിർമ്മിക്കപ്പെട്ടതിന് ശേഷം മാത്രമേ വീടുകൾ വെക്കാനായിട്ടുള്ള അനുവാദം കൊടുത്തിട്ടുള്ളൂ. ഹാരപ്പൻ നഗരങ്ങളിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇതേ ഒരു പാറ്റേൺ നമുക്ക് വിസിബിളായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. എല്ലാ റോഡുകളും സ്ട്രെയിറ്റ് ലൈൻസിലാണ്. ഒരു റോഡ് മറ്റൊരു റോഡിനെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത് എപ്പോഴും 90 ഡിഗ്രീസിലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാനായിട്ട് പറ്റും ഹാരപ്പൻ നഗരങ്ങളും പ്ലാൻഡ് നഗരങ്ങളാണ് എന്നുള്ളത്. വേറൊരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാരപ്പൻസിന് ഇലാബറേറ്റ് ആയിട്ടുള്ള ഒരു ഡ്രെയിനേജ് സിസ്റ്റം ഉണ്ട് എന്നുള്ളതാണ്. എല്ലാ വീടുകളിലെയും വേസ്റ്റ് വാട്ടർ കൃത്യമായിട്ട് ഒഴുകി പോകാനായി റോഡുകളുടെ സൈഡിലായിട്ട് ഡ്രെയിനുകൾ ഒരുക്കിയിട്ടുണ്ട്. ഇന്നത്തെ ഇന്ത്യയിലുള്ള മോഡേൺ നഗരങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതേ ഒരു പാറ്റേൺ വിസിബിൾ ആണ്. വേറൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. എല്ലാ ഹാരപ്പൻ ഹൗസുകളിലും സ്വന്തമായിട്ട് ബാത്റൂംസും ടോയ്ലറ്റും ഉണ്ട്. നിങ്ങൾക്കറിയാവുന്നതാണ്, ഇന്ന് സ്വച്ഛ് ഭാരത് അഭിയാൻ എന്ന് പറയുന്ന ഒരു ക്യാമ്പയിൻ ഗവൺമെൻറ് റൺ ചെയ്യുന്നുണ്ട്. നോർത്ത് ഇന്ത്യയിൽ ബാത്റൂംസും ടോയ്ലറ്റും ഗവൺമെൻറ് തന്നെ ബിൽഡ് ചെയ്ത് കൊടുക്കുന്നതായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഹാരപ്പൻസിനെ സംബന്ധിച്ചിടത്തോളം ക്ലീൻലിനെസ് ആൻഡ് ഹൈജീന് അവർ ഇമ്പോർട്ടൻസ് കൊടുത്തത് കൊണ്ട് തന്നെ സ്വന്തമായിട്ട് ബാത്റൂംസും ടോയ്ലറ്റ്സും നിർമ്മിച്ച ഒരു മെച്ചപ്പെട്ട അഡ്വാൻസ്ഡ് സൊസൈറ്റി ആയിട്ടാണ് നമുക്ക് അവരെ കാണാൻ പറ്റുന്നത്. ചുരുക്കി പറഞ്ഞാൽ വളരെയധികം ടൗൺ പ്ലാനിങ് നടത്തിയിട്ടുള്ള, ക്ലീൻലിനെസ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന, ഇലാബറേറ്റ് ആയിട്ടുള്ള ഡ്രെയിനേജ് സിസ്റ്റം ഉള്ള ഒരു അഡ്വാൻസ്ഡ് അർബൻ സൊസൈറ്റി ആയിട്ട് നമുക്ക് ഹാരപ്പൻസിനെ കാണാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ടാണ് 4000 വർഷങ്ങൾക്കിപ്പുറം ഇന്നും ഹാരപ്പൻ കൾച്ചർ നമുക്ക് വളരെ ക്യൂരിയസ് ആയിട്ടും സർപ്രൈസിങ് ആയിട്ടും എക്സിസ്റ്റ് ചെയ്യുന്നത്.